Hi friends, welcome back to Su's Kitchen. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെമ്മീൻ വെച്ച് ഒരു ചെമ്മീൻ ഉലർത്തിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ചെമ്മീൻ തോരനോ എന്ത് വേണേലും വിളിക്കാം. എന്താണേലും ചോറിൻ്റെ കൂടെ ഒരു കിഡു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഉലർത്തിയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി കുറച്ച് മസാലയുടെ കൂട്ടൊന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഫെന്നൽ സീഡിൻ്റെ പൗഡർ, അതായത് പെരിഞ്ജീരകം പൊടിച്ചെടുത്തത് കേട്ടോ, ആ പൗഡറും കൂടി ഇട്ടതിന് ശേഷം ഒരു 10 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക. ഞാൻ ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരു 5 6 ഒക്കെ എടുത്താൽ മതിയാവും. ഇതിനോടൊപ്പം നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു തിക്കായിട്ട് പിഴിഞ്ഞെടുത്താണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് ഒഴിച്ച് ലൂസാക്കണ്ട കേട്ടോ. കാരണം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ തന്നെ കുറച്ച് നനവ് ഉണ്ടാവുകയെ. അപ്പോൾ അത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മസാലയുടെ കൂടെ ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടങ്ങ് ലൂസായിട്ട് അത് കാരണം മസാല എടുക്കണ്ട. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ ചെമ്മീൻ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പ്രോൺസ് ഉണ്ടല്ലോ, അതതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് നോർമൽ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകം മതിയാവേ. ഇതൊരു കറക്റ്റ് പരുവാണ്. ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഈ ചെമ്മീനൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ചെമ്മീനെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് അതിൻ്റെ മസാലയും എണ്ണയും കൂടി ഉണ്ട്. അതിലേക്ക് ഈ സവോളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഒരു മീഡിയം ടൈപ്പ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് വലിയ സവോള വേണമെന്നില്ല. ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ഈ സവോളയുടെ ഒപ്പം കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ആവശ്യമുള്ള വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മതി. അല്ലാണ്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനിവിടെ ഇളക്കിയപ്പോഴേക്കും ഇതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചെരുകിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. അതിൻ്റെ ആ ഒരു ഈർപ്പം പോയി കിട്ടിയാൽ മതി. അല്ലാണ്ട് തേങ്ങ നമുക്ക് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നോക്കൂ, ഇതിൻ്റെ കളർ കണ്ടോ മാറിയത്. അത് നമ്മൾ ആ മസാലയുടെ കൂട്ടിലേക്കാണല്ലോ സവോളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയത്. ആ ഒരു മസാലയുടെ കളറാണ് കേട്ടോ ഈ തേങ്ങയിലേക്ക് പിടിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അത് കളർ മാറിയതല്ല അത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇപ്പം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ ആ തേങ്ങയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുമാത്രമല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കണേ. കാരണം ആ തേങ്ങയിലേക്ക് ആ ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് പിടിച്ച് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക. അതിന് ശേഷം ഇത് നമുക്കൊരു 2 മിനിറ്റ് നേരം അടച്ച് വെക്കണേ. അടച്ച് വെച്ച് വേവിക്കണം. അതായത് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ ദാ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നമ്മളിപ്പോൾ സ്ലോ ടു മീഡിയം ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല, എന്നാൽ മീഡിയത്തിലും വിട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫ്ലെയിം വയ്ക്കുക. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം കൂടി ഇത് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ടേസ്റ്റിലേക്ക് എത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ ചെമ്മീനിലേക്കുള്ള മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കോൽപ്പുളിയുടെ പ്യൂരിയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പലരും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ലെമൺ ജ്യൂസ് ചേർത്താൽ മതിയോ അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി ചേർത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾ ചേർത്താൽ നമ്മളുടെ ഈ ഒരു ചെമ്മീൻ തോരൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഈ കോൽപ്പുളി തന്നെ ചേർക്കണം, അത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണേ. ഇപ്പോൾ ഇതാ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഞാനപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചെമ്മീൻ തോരൻ ദാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നോക്കൂ, തോരൻ്റെ പെർഫെക്റ്റ് സ്ട്രക്ചറോട് കൂടി തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.